ഹരേ കൃഷ്ണ. ഗണപതി ഭഗവാനെ കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഗണപതിയുടെ ചിഹ്നങ്ങളും അവയുടെ പ്രാധാന്യവും. ആരെങ്കിലും ഭഗവാനെ ആരാധിക്കാതെ ജോലി തുടങ്ങിയാൽ ചില തടസ്സങ്ങൾ തീർച്ചയായും വരും. എല്ലാ മതങ്ങളിലും ഗണപതിയെ ഏതെങ്കിലും രൂപത്തിലോ മറ്റോ ആരാധിക്കുകയോ ആവാഹിക്കുകയോ ചെയ്യുന്നുണ്ട്. ഗണേശദേവൻ ഭഗവാൻ ഏറ്റവും ആദരണീയനും ഗണങ്ങളുടെ നാഥനും സ്വസ്തിക രൂപവും പ്രണവവുമാണ്. ഭഗവാനെ സ്മരിക്കുന്നതിലൂടെ കഷ്ടതകൾ നീങ്ങി സമാധാനവും ഐശ്വര്യവും കൈവരും. മാതാപിതാക്കൾ ശിവനും പാർവതിയുമാണല്ലോ. ഗണേശൻ്റെ സഹോദരൻ കാർത്തികേയൻ. എന്നിരുന്നാലും അദ്ദേഹത്തിന് സുകേഷ്, ജലന്ധരൻ, അയ്യപ്പൻ, ഭൂമ തുടങ്ങിയ സഹോദരന്മാരും ഉണ്ട്. ഗണപതിയുടെ സഹോദരി അശോകസുന്ദരി. ശിവൻ്റെയും പാർവതിയുടെയും മകളാണ് അശോകസുന്ദരി. ഗണപതിയുടെ ഭാര്യമാർ. ഗണപതിക്ക് 2 പത്നിമാരുണ്ട്, ബുദ്ധി, സിദ്ധി. ഗണപതിയുടെ മക്കളായ ലബ്, ശുഭ്. കൊച്ചുമക്കൾ അമോദ്, പ്രമോദ്. സിദ്ധിക്ക് ക്ഷയം എന്നും ബുദ്ധിക്ക് ലബ് എന്നും പേരുള്ള 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. നാടോടി പാരമ്പര്യത്തിൽ ഇവയെ മംഗളകരമായ ഗുണങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വിനായക ചതുർത്ഥി ദിവസമാണ് ഗണേശൻ ജനിച്ചത്. ലോകത്തിലെ ആദ്യത്തെ മതഗ്രന്ഥമായ ഋഗ്വേദത്തിലും ഗണപതിയെ പരാമർശിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിൽ ഗണപതി എന്ന വാക്ക് കാണാം. യജുർവേദത്തിലും ഇക്കാര്യം പറയുന്നുണ്ട്. ഗണേശ ഗ്രന്ഥങ്ങൾ: ഗണേശ പുരാണം, ഗണേശ അഷ്ടോത്തരം, ഗണേശ സ്തുതി, ശ്രീ ഗണേശ സഹസ്രനാമാവലി, ഗണപതിയുടെ ആരതി, ഗണേശ സ്തോത്രം, ഗണേശ വിഭാഗം. ഗണപതിയെ ആരാധിക്കുന്ന വിഭാഗത്തെ ഗണപത്യ എന്ന് വിളിക്കുന്നു. ഗണപതിയുടെ 12 പേരുകൾ ഒന്ന് പറയാം. സുമുഖൻ, ഏകദന്തൻ, കപിലൻ, ഗജകർണൻ, ലംബോദരൻ, വികാട്, വിഘ്നനാശകൻ, വിനായകൻ, ധൂമ്രകേതു, ഗണാധ്യക്ഷൻ, ബാൽചന്ദ്രൻ, വിഘ്നരാജൻ, ദ്വൈമാതുരൻ, ഗണാധിപൻ, ഹേരംബൻ, ഗജാനനൻ, അരുണവർണ്ണൻ, ഗജമുഖൻ, ലംബോദരൻ, ത്രിപുണ്ഡ്രതിലകൻ, മൂഷികവാഹനൻ. ഗണപതിയുടെ രൂപം: ഭഗവാന് ഒറ്റ കൊമ്പും 4 കൈകളുമാണ്. 4 കൈകളിലും യഥാക്രമം കുരുക്ക്, അങ്കുശം, മോദകം, വരമുദ്ര എന്നിവ പിടിച്ചിരിക്കുന്നു. ഗണേശൻ രക്തവർണ്ണൻ, ലംബോദരൻ ശൂർപ്പകർണ്ണൻ. ഒപ്പം മഞ്ഞ വസ്ത്രം ധരിക്കുന്നു, രക്തചന്ദനവും ധരിക്കുന്നു. പ്രിയപ്പെട്ട നിവേദ്യം: മോദകം, ഉണ്ണിയപ്പം, അട, ലഡു. ഇഷ്ടപുഷ്പം: ചുവപ്പ് നിറമുള്ള പൂക്കൾ ഗണേശന് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ഹാരം: കറുക, മുക്കുറ്റി, വെറ്റില. പ്രധാന ആയുധങ്ങൾ: പാശാങ്കുശം, ഗദ. ഗണപതിയുടെ ദിവസം: ബുധനാഴ്ച. ഗണപതിയുടെ തിഥി ചതുർത്ഥി. ഗ്രഹാധിപന്മാർ കേതുവും ബുധനും ആണ്. ഗണേശപൂജ: ആരതി: കുങ്കുമം, ചന്ദനം, അക്ഷതം, ഭസ്മം എന്നിവ സമർപ്പിക്കുകയും ഹോമം സമർപ്പിച്ച് കർപ്പൂരം കത്തിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് രക്തനിറമുള്ള പൂക്കളോടാണ് ഭഗവാന് ഇഷ്ടം. ഗണേശവാഹനങ്ങൾ: സിംഹം, മയിൽ, എലി. സത്യയുഗത്തിൽ സിംഹമുണ്ട്, ത്രേതായുഗത്തിൽ ഒരു മയിലുണ്ട്, ദ്വാപരയുഗത്തിൽ ഒരു എലിയുണ്ട്, കലിയുഗത്തിൽ ഒരു കുതിരയുണ്ട്. ഗണപതിയുടെ മന്ത്രം: ഓം ഗം ഗണപതയേ നമഃ. ഗണപതിയുടെ ഇഷ്ടക്കാഴ്ചകൾ: ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ, നാളികേരം, ശർക്കര, അവൽ, മലര്, കൽക്കണ്ടം, മുന്തിരി, അടയ്ക്ക, വെറ്റില, നാരങ്ങ, നാണയം. ഹരേ കൃഷ്ണ.